നമസ്കാരം, ധാനുസ് PSC ടിപ്സ് ആണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ മെയിലാണ്, NCOX. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 138/2017 ആണ്. ഡേറ്റ് ഓഫ് ടെസ്റ്റ് 27/11/2017 ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. നെക്സ്റ്റ് വൺ, പഞ്ചാബിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ആര്? പഞ്ചാബിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ആരാണ്? ആൻസർ ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായി ആണ് പഞ്ചാബിൻ്റെ സിംഹം. പഞ്ചാബിൻ്റെ സിംഹം ലാല ലജ്പത് റായ് അല്ലേ. 1.25 കോടി മലയാളം എഴുതിയ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. കോടി നമ്പൂതിരിപ്പാട്. ഓക്കെ, ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ. രാജാറാം മോഹൻ റോയ്, ബ്രഹ്മസമാജം. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? ആൻസർ 1741 ആണ്. 1741 കുളച്ചിൽ യുദ്ധം നടന്ന വർഷം. നെക്സ്റ്റ് വൺ, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ആൻസർ വെല്ലസ്ലി പ്രഭു. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ. വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവാണ്. അടുത്തത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? K. കേളപ്പൻ. K. കേളപ്പനാണ് കേരള ഗാന്ധി. K. കേളപ്പൻ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് തെക്കേ അറ്റം. ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസിൽ കർണാടകം, കേരളം, തമിഴ്നാട്, ഗോവ എന്നിവയുണ്ട്. അതിൽ ആൻസർ ഏതാണ്? കർണാടകം. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനം ഏതാണ്? ഇവയിൽ കർണാടകമാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ളത്. നെക്സ്റ്റ് വൺ, സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യയും പാകിസ്ഥാനും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ, ഈ ക്ലീ വെച്ചാണ് ഞാൻ നോക്കുക. പാകിസ്ഥാൻ്റെ ക്ലീ അല്ലേ. ഇന്ത്യയും പാകിസ്ഥാനും വേർതിരിക്കുന്നതാണ് റാഡ്ക്ലിഫ് രേഖ. നെക്സ്റ്റ്, ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ് വരണ്ട ഉഷ്ണക്കാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണെന്ന് ചോദിച്ചാൽ എത്ര പറയുക? നമ്മൾ 82 ഡിഗ്രി ആണ് പറയുക. 82 ഡിഗ്രിയാണെന്ന് ഇന്ത്യയുടെ മാനക രേഖാംശം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം 42. അക്ബർനാമ രചിച്ചത് ആരാണ്? അബുൾ ഫസലാണ് അക്ബർനാമ രചിച്ചത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്തിനാട്. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു ആദ്യത്തെ വൈസ്രോയി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് ഏതാണ്? പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം കൊണ്ടാണ് അടിത്തറ പാകുന്നത്. പ്ലാസി യുദ്ധം അടിത്തറ പാകി. നെക്സ്റ്റ് വൺ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷമല്ല, സ്ഥലം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? അല്ലേ, ഈസിയായ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. മീററ്റ് എന്ന് പറയും അല്ലേ. മീററ്റാണ് സ്ഥലം. നെക്സ്റ്റ് വൺ, കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? ഇവരിലാരാണ് കേരള സിംഹം എന്ന് പറയുന്ന ആരാണ്? പഴശ്ശിരാജയാണ് കേരള സിംഹം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കുണ്ടറ വിളംബരം 1809 ആണ്. നെക്സ്റ്റ് വൺ,
ഉമാകേരളം രചിച്ചതാരാണ്? ഉമാകേരളം ആരാണ്? ഉള്ളൂർ അല്ലേ? ഉമാകേരളം ഉള്ളൂർ എസ് പരമേശ്വരൻ അല്ലേ? പരമേശ്വരയ്യർ. ഉമാകേരളം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. നെക്സ്റ്റ് വൺ, കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തിയാണ്. ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഭക്രാനങ്കൽ ഹിമാചൽ പ്രദേശിലാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946. പുന്നപ്ര 46. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി? ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ 17 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ജോർജ് ഫെർണാണ്ടസ്. നെക്സ്റ്റ്, ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ആരാണ്? അധ്യക്ഷം വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്ന ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. നെക്സ്റ്റ് വൺ, ധവളോത്സവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? വർഗീസ് കുര്യനാണ്. കൗഡില്യൻ ആരുടെ കൊട്ടാരത്തിലെ മന്ത്രിയായിരുന്നു? ചോദിച്ചെന്ത് പറയാം? ചന്ദ്രഗുപ്ത മൗര്യനാണ് അല്ലേ? കൗഡില്യൻ, ചന്ദ്രഗുപ്ത മൗര്യൻ. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ? കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരായിരിക്കും? റിട്ടയേർഡ് ജസ്റ്റിസ് അല്ലേ? റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് വൺ, ഭിലായ് ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് ആരംഭിച്ചത്? ഭിലായ് ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് ആരംഭിച്ചത്? അതാണ് സോവിയറ്റ് യൂണിയൻ. അല്ലേ? സോവിയറ്റ് യൂണിയൻ. ഭിലായ് സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ അതോറിറ്റി ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുമ്പയാണ് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെയാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയമാണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽപ്പെടാത്തത് എന്താണ്? ഓപ്ഷൻസിൽ നോട്ട് അച്ചടിക്കലുണ്ട്, ബാങ്കുകളുടെ ബാങ്കെന്നുണ്ട്, വായ്പ നിയന്ത്രിക്കലുണ്ട്, നാണയങ്ങൾ അച്ചടിച്ചിറക്കലുണ്ട് അല്ലേ? അതിൽ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ആൻസർ നാണയങ്ങൾ അച്ചടിച്ചിറക്കലാണ് അവരുടെ ധർമ്മങ്ങളിൽ പെടാത്തത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഗവേൺസിലൂടെ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം? എത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? സ്ഥാപനം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ? അക്ഷയ കേന്ദ്രങ്ങൾ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹരിതഗ്രഹ വാതകം ഏതാണ്? ആ വാതകം? കാർബൺ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? മുംബൈ ഹയാണ് ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഇന്ത്യയിലെ. മുംബൈ ഹയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു അല്ലേ? നവോത്ഥാന പിതാവ് ശ്രീനാരായണ ഗുരു. ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലേ? ഡച്ച് അല്ലേ? ഏതാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷി മന്ത്രി അല്ലേ? അന്ന് 18 ചോദിച്ചേക്കുന്നത് അല്ലേ? MK മീൻ. ഇപ്പോൾ അറിയാലോ. നെക്സ്റ്റ് വൺ, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ വിലാസിനി തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? നെക്സ്റ്റ് വൺ, വിലാസിനി തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. വിലാസിനി എന്നറിയപ്പെടുന്ന ആരായിരുന്നു? MK മേനോൻ അല്ലേ? ആരായിരുന്നു? MK മേനോൻ. ഓക്കെ, വിലാസിനി MK മേനോൻ. ഇനി ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ?
ചിപ്കോ പ്രസ്ഥാന സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. നെക്സ്റ്റ് വൺ, ഉത്തർപ്രദേശ് തലസ്ഥാനം എന്താണ്? ഉത്തർപ്രദേശ് തലസ്ഥാനം ലക്നൗ ആണ് ഉത്തർപ്രദേശ് തലസ്ഥാനം. ഇനിയും തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? CMS കോളേജ് കോട്ടയം. നെക്സ്റ്റ് വൺ, കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ലക്ഷദ്വീപ് തലസ്ഥാനം കവരത്തി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. വിഭജിച്ചതാരാണ്? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു. ഭക്ഷ്യസുരക്ഷാ നിയമം വന്ന വർഷം 2013. ഭക്ഷ്യസുരക്ഷാ നിയമം വന്നത് 2013. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഏതാണ്? ആലപ്പുഴ. വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ. 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. ജയ് ഹിന്ദ് പറഞ്ഞ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആരാണ്? ആര്യഭട്ട. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്താണ്? ആര്യഭട്ട. ആദ്യത്തേത്. കേരളത്തിലെ ആദ്യ ധനമന്ത്രി ആരാണത്? അച്യുതമേനോൻ അല്ലേ? ധനമന്ത്രി അച്യുതമേനോൻ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ശബരിഗിരി എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ശബരിഗിരി പദ്ധതി പത്തനംതിട്ട. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ധീരവനിത ആരാണ്? അക്കമ്മ ചെറിയാൻ. ഇന്ത്യയിലെ പരോക്ഷ നികുതി ഇവയിൽ ഏതാണ്? സേവന നികുതി. ഇനി സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഏതാണ്? സർവശിക്ഷാ അഭിയാൻ. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സർവശിക്ഷാ അഭിയാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള പരുത്തി. ഇനി അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? നർമ്മദ. നെക്സ്റ്റ് ഇംഗ്ലീഷാണ് വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ഡാഷ് അവർ എഗോ ഐ മെറ്റ് ഡാഷ് യൂണിയൻ മെമ്പർ. അതിൽ ആർട്ടിക്കിൾസ് ആണ് ചേർക്കാൻ പറഞ്ഞില്ല. ആർട്ടിക്കിൾസ് ആണ് അല്ലേ? AEIO എന്നൊക്കെ അതിൽ വരുന്നുണ്ട്. എയും ആനും ദിയും വരും ഇല്ലേ? ആർട്ടിക്കിൾസ് അതിൽ ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതായിരിക്കും ആൻസർ വരിക? ആൻ അവർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ആൻ അവർ എഗോ ഐ മെറ്റ് എ യൂണിയൻ മെമ്പർ. ഇവിടെ എയും ഇവിടെ ആനുമാണ് വരിക. ആൻ അവർ എഗോ ഐ മെറ്റ് എ യൂണിയൻ മെമ്പർ. ഇനി ചൂസ് ദ കറക്റ്റ് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ദിസ് എക്സാമിനേഷൻ ഈസ് ഡാഷ് ദാൻ ദ അതർ എക്സാമിനേഷൻ. ദാൻ വരുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഏതാ വരിക? മോർ ഈസി, മോർ ഡിഫിക്കൽട്ട്, മോർ ഈസിയർ. ഇതിലേതാണ് കമ്പാരിറ്റീവായിട്ട് വരുന്നത് നോക്കണം. ഏതാ ആൻസർ വരിക? മോർ ഡിഫിക്കൽട്ട് ദാൻ ദി അതർ എക്സാമിനേഷൻ. അല്ലേ? മോർ ഡിഫിക്കൽട്ട് ദാൻ ദി അതർ എക്സാമിനേഷൻ. കമ്പാരിറ്റീവ് ഡിഗ്രി വരുമ്പോൾ അങ്ങനെയാണ്. ഇനി ആൻറ്റോണിം ഓഫ് ദി ഡിമിനിഷ് ഈസ്. ഡിമിനിഷിൻ്റെ ആൻറ്റോണിം എന്താണ്? ഓപ്പോസിറ്റ് പോലെ അല്ലേ? ഡിമിനിഷിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് എന്താണ്? എന്താ വരിക? ഡിമിനിഷ് ഇൻക്രീസ് അല്ലേ? ഡിമിനിഷ് കുറയുക, ഇൻക്രീസ് കൂടുക. നെക്സ്റ്റ് വൺ, സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ് ചേർക്കുക അല്ലേ? അണ്ടർലൈൻ ചെയ്ത വാക്കിൻ്റെ ഫ്രേസൽ വെർബ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ചീറ്റിംഗ് കസ്റ്റമേഴ്സ് കനോട്ട് ബി ടോളറേറ്റഡ് എനിവേ അല്ലേ? ടോളറേറ്റഡിൻ്റെ ഫ്രേസൽ വെർബാണ് ചേർക്കാൻ പറഞ്ഞേക്കുന്നത്. ആൻസർ ഇതാ വരിക? പുട്ട് ഔട്ട്.
ഏതാണ്? പുട്ട് ഔട്ട്. ഓപ്ഷൻ സി ആണ്, പുട്ട് ഔട്ടാണ് ആൻസർ. ടോളറേറ്റ് എന്താണ്? പുട്ട് ഔട്ട്. ഇനി ഫെമിനൈൻ ജെൻഡർ ഓഫ് എക്സിക്യൂട്ടർ ഈസ്. എക്സിക്യൂട്ടറിൻ്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? ഫെമിനൈൻ ജെൻഡർ എന്താണ് എക്സിക്യൂട്ടീവിൻ്റെ? ആൻസർ എക്സിക്യൂട്രിക്സ്. എക്സിക്യൂട്രിക്സ് കേട്ടോ. ഫെമിനൈൻ ജെൻഡർ എക്സിക്യൂട്രിക്സ് എന്ന് വരും. ഇനി എക്സസൈസ് ഈസ് ഡാഷ് ടു ഹെൽത്ത്. എക്സസൈസ് ഈസ് ഡാഷ് ടു ഹെൽത്ത് ആണ്. ഏതാ വരും ആൻസർ? ബെനിഫിഷ്യൽ ടു ഹെൽത്ത് ആണ്. ബെനിഫിഷ്യൽ ടു ഹെൽത്ത് ആണ്. ടൈറ്റിൽ മീൻസ് ഏതാണ് വരിക? ഗോസിപ്പ് അല്ലേ? മീൻസ് ഗോസിപ്പാണ്. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് വിത്ത് ദി സ്യൂട്ടബിൾ ക്ലോസ്. ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദെയർ. ബാക്കി എന്തായിരിക്കാം അല്ലേ? അതിൻ്റെ ക്ലോസ് ചേർക്കാം. ബാക്കി ക്ലോസ്. ഇഫ് വന്നിട്ടുണ്ട്, ബാക്കി ക്ലോസ് എന്തായിരിക്കും? അപ്പം ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദെയർ എന്താണ് ആൻസർ വരിക? നോക്കാം. ദ ഡോഗ് വുഡിൻറ്റ് ഹാവ് അറ്റാക്ക്ഡ് മീ. ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദെയർ ദ ഡോഗ് വുഡിൻറ്റ് വന്നു അല്ലേ? വുഡിൻറ്റ് ഹാവ് അറ്റാക്ക്ഡ് മീ. ഇനി യൂസ് അപ്രോപ്രിയേറ്റ് ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കാര്യം അല്ലേ? നൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് ഡിസ്ഓൺഡ് മീ ഡാഷ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനാണ് പറയുക. നൺ ഓഫ് മൈ ഫ്രണ്ട്സ് നോട്ടുണ്ട്, ഹാവ് ഡിസ്ഓൺഡ് മീ. എന്ത് വരും ക്വസ്റ്റ്യൻ ടാഗിൽ എന്ന് പറയുമ്പോൾ? ആൻസർ ഇത് വരുന്നത് ഹാവ് ദേ അല്ലേ? നൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് അല്ലേ? ഹാവ് ദേ. മൈ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, അപ്പോൾ ഹാവ് ദേ വരിക. ഇനി സിനോണിം ഓഫ് കമൻസീസ്. സിനോണിം സെയിം വേർഡ് അല്ലേ? സിനോണിം സെയിം. കമൻസീസ് എന്താണ്? കമൻസിൻ്റെ സെയിം എന്താണ് പറയുക? സെയിം മീനിങ്. എന്താ ആൻസർ വരിക? ടു ബിഗിൻ. കമൻസ് ടു ബിഗിൻ. കമൻസ് ടു ബിഗിൻ. ദ വേർഡ് വിച്ച് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് അതാണ്. ഓപ്ഷൻ ഏതാ വരിക? സി ആണ്. സ്പെൽറ്റ്, കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. നെക്സ്റ്റ് വൺ. ഐഡൻറ്റിഫൈ ദ ജെറൻഡ് ഫ്രം ദി സ്റ്റേറ്റ്മെൻറ്റ് സീയിങ് ഈസ് ബിലീവിങ്. ജെറൻഡ് കണ്ടുപിടിക്കുക. സീയിങ് ഈസ് ബിലീവിങ്, ഇതിലേതാണ് ജെറൻഡ്? സീയിങ് ഈസ് ബിലീവിങ് എന്ന് പറയുന്ന ആ സെൻറ്റൻസിലെ ആ വാക്കിലെ അല്ലെ കോമ്പൗണ്ട് വാക്കിലെ ജെറൻഡ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാ ജെറൻഡ് വരിക? സീയിങ് ആണ് അല്ലേ? സീയിങ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നതും ING ഫോം ചേർന്നതുമാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ? ജെറൻഡ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ. ചൂസ് ദ കറക്റ്റ് ആൻസർ. വൺ ഓഫ് ദി വുമൻ ഈസ് ദ വുമൻ ഇൻ ദ ഡാൻസ് ഹോൾ ഡാഷ് ജസ്റ്റ് ഫെയിൻറ്റഡ്. വൺ ഓഫ് ദി വുമൻ ഇൻ ദി ഡാൻസ് ഹോൾ ഡാഷ് ജസ്റ്റ് ഫെയിൻറ്റഡ്. ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്, ആർ ഉണ്ട്, ഈസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ചേർത്തതിന് ആൻസറിനെ കറക്റ്റ് ചെയ്യാതെ പറഞ്ഞേക്കുന്നത്. ആൻസർ എന്താ വരിക? ഹാസ് കേട്ടോ. വൺ ഓഫ് ദി വുമൺ ഹാസ്. വൺ ഓഫ് ദി വുമൺ വന്നിക്കുന്നതുകൊണ്ടാണ് ഹാസ് വന്നത്. നെക്സ്റ്റ്, ചേഞ്ച് ദ വോയിസ്. ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ഹെർ അല്ലേ? അതിന് ആക്റ്റീവ് വോയിസ് ഉള്ളതിനെ പാസീവ് വോയിസ് ആക്കി മാറ്റി എഴുതുക. എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താ വരിക? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ്? ഫസ്റ്റ് വൺ. നെക്സ്റ്റ്, ചൂസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ഡാഷ് റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക് ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്. ഇറ്റ് അല്ലേ? ബാക്കി ഈസ് ആണോ, ഹാസ് ബീൻ ആണോ, ഹാവ് ബീൻ ആണോ, വാസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താ വരിക? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക് ആണെങ്കിൽ കിണറുകളൊക്കെ എന്താണ്? ഓവർഫ്ലോ ആയി കഴിയും. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻസ് ഹി സെഡ് ടു മീ അല്ലേ? ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ് ചോദിച്ചേക്കുന്നത്. ഹി ആസ്ക്ഡ് മീ ബാക്കി എഴുതാൻ. ഹി ആസ്ക്ഡ് മീ എന്തായിരിക്കും ആൻസർ വരിക? ഈഫ് ഓപ്ഷൻ എ ആണ് ആൻസർ. ഈഫ് ഐ ഹാഡ് അണ്ടർസ്റ്റുഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ് ഹി സെഡ് ടു മീ. ചോദ്യം എന്താണ്? ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻസ് ഹി സെഡ് ടു മീ. ഇല്ല, അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കണം. വേറെ പറയുന്ന പോലെ ആക്കി തീർക്കണം. അപ്പോൾ നിങ്ങൾ എഴുതും ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് അണ്ടർസ്റ്റുഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്. എന്നിട്ട് ചോദിച്ചു ഇഫ് ഐ ഹാഡ് അണ്ടർസ്റ്റുഡ് മനസ്സിലാവുന്നുണ്ടോ, അവരുടെ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ? നെക്സ്റ്റ് വൺ. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ചേർക്കാൻ. ഹി ഡിപ്പെൻഡ്സ് ഡാഷ് ഈസ് സ്പെൻഡ് ഡാഷ് എ ലിവിങ്. ഏതായിരിക്കും ആൻസർ വരിക? അല്ലേ? ഓണും ഫോറും. ഹി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് പെൻ ഫോർ എ ലിവിങ്. ഹി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് പെൻ ഫോർ എ ലിവിങ്. ഇനി നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഹി ഡാഷ് വി വർഷിപ്പ് ബൈ ഡാഷ് ഗിഫ്റ്റ് വി ലിവ് ഈസ് ദ ലോഡ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് വരിക. ഹൂം. ഹി ഹൂം വി വർഷിപ്പ് അല്ലേ? ബൈ ഹൂസ് ഗിഫ്റ്റ്. നെക്സ്റ്റ്, വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ടോംബ്.
എന്നതിൻ്റെ ഒറ്റ വാക്ക്. വേർഡ്സ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ടോംബ്, അതിൻ്റെ വൺ വേർഡ്. എത്ര വരിക? എപ്പിറ്റാഫ്. ഇതാണ് എപ്പിറ്റാഫാണ്. ഐ readily closed with his offer means, I readily closed with his offer means ഏതാണ്? I readily accepted his offer എന്നാണ് അല്ലേ? readily accepted his offer എന്നാണ് അതിൻ്റെ ആൻസർ വരിക. ഇനി ചോദ്യം, രാമു വശം 50 ആപ്പിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ 20% വിറ്റു, ബാക്കി 20% അഴുകിപ്പോയി, അവശേഷിക്കുന്ന ആപ്പിളിൻ്റെ എണ്ണം എത്ര? അതിൻ്റെ ആൻസർ എത്ര വരിക? ഓപ്ഷൻ ബി ആയിരിക്കും വരിക. ഇതിൻ്റെ ചോദ്യം ഇങ്ങനെ വായിച്ചിട്ട് ഒരു കഥയില്ലല്ലേ, ചെയ്ത് തന്നെ നോക്കണം. നെക്സ്റ്റ് 82 ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 83 വരുന്നത് ഓപ്ഷൻ സി ആണ് വരിക. 84 എന്ന് പറയുമ്പോൾ എന്താ ആൻസർ വരുന്നത്? ഇത് ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇപ്പോൾ എടുക്കുന്നതെല്ലാം ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ളത് എടുക്കാറുള്ളൂ. അപ്പോൾ LDCക്ക് വേണ്ടിയിട്ട് വളരെയധികം ഈ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യും. $88 എന്ന് പറയുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരിക. 89 എന്ന് പറയുമ്പോൾ സി. യുടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് വരിക. ഏപ്രിൽ മാസം ഒരു LDC എക്സാം ആരോഗ്യവകുപ്പിൻ്റെ അല്ലേ ഒരെണ്ണം ഉണ്ടായിരുന്നു. 95 ഓപ്ഷൻ ബി ആണ് വരിക. ജൂണിലാണ് UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാം വന്നിരിക്കുന്നത് അല്ലേ. 90 പ്രകാരം അങ്ങനെയല്ലേ. 96ൻ്റെ ഡി ആണ്. 97 ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതിൽ UP സ്കൂളിൻ്റെ മാത്സ് വളരെ ടഫുള്ള ക്വസ്റ്റ്യൻസാണ് ഏകദേശം വരിക. 7, 8, 9 ക്ലാസ്സുകളിൽ മാത്സാണ് ചോദിക്കുക. ടെക്സ്റ്റ് വേസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് and subscribe me and watch it full. Okay.